എത്ര മനോഹരമായിരുന്നു ആ ബാല്യം. പഴമയുടെ ഗന്ധം നിറഞ്ഞൊരു നിമിഷം. തെങ്ങിനരികിൽ വലിയ ചെമ്പുപാത്രത്തിലെ വെള്ളത്തിന് ഓല കത്തിച്ച് ചൂടാക്കിയ പുകയുടെ ഗന്ധവും ഒപ്പം പഴയ ലെക്സിൻ്റെ മണവുമുള്ള ബാല്യം. സ്കൂളിലെ വൈകുന്നേരങ്ങളിൽ 4 മണിയുടെ ബെല്ലും ജനഗണമനയും തീരേണ്ട താമസം പുസ്തക സഞ്ചിയുമായി ഒരൊറ്റ ഓട്ടമാണ് വീട്ടിലേക്ക്. എന്തിനാണാവോ ഇത്ര തിടുക്കം എന്ന് അന്നും ഇന്നും അറിയില്ല. അങ്ങനെ ഇപ്പോഴും തുടരുന്നു. വൈകുന്നേരങ്ങളിൽ അമ്മ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും, അറിയാം. ഓടിക്കതച്ച് പടി കടന്ന് എത്തുമ്പോഴേക്ക് അമ്മ പറയും, മക്കളെ സ്കൂൾ മുയിങ്ങ മണക്കുന്നു, വേഗം പോയി കുളിച്ചിട്ട് വാ. നോട്ടം മുഴുവൻ അടുക്കളയിലേക്കായിരിക്കും. നല്ല തരക്കിയ അരി തേങ്ങയും ജീരകവും ചേർത്ത് അമ്മിയിൽ നീട്ടി അരച്ച് ഉരുട്ടി വെള്ളത്തിലിട്ട് വേവിച്ച കൊഴുക്കട്ടയാകാം, അല്ലെങ്കിൽ അടയാവാം, അല്ലെങ്കിൽ ഓട്ടടയോ എന്തെങ്കിലുമൊക്കെ ആവാം. ഒപ്പം പാതകത്തിൻ്റെ മേലെ പിച്ചളപാത്രത്തിൽ വിറകടുപ്പിൽ ഉണ്ടാക്കിയ ചായയും ഉണ്ടാവും. ഓർമ്മിക്കാൻ പോലും പറ്റുന്നില്ല. കയ്യിലൊരു തോർത്തും ലക്സ് സോപ്പും എടുത്തിട്ട് ഒരൊറ്റ പാച്ചിലാണത് അടുത്തായിട്ട് തെങ്ങിൻ ചോട്ടിലേക്ക്. ഓല മടഞ്ഞിട്ടിട്ടുണ്ടാവും കാലിൽ, മാറ്റിന് പകരം കാലിൽ മണ്ണ് പറ്റാതിരിക്കാൻ. പൂക്കോയിലിൻ്റെ പൊൻതിളക്കത്തിൽ പുകമണമുള്ള വെള്ളവും മണ്ണിൻ്റെ മണവും ലക്സിൻ്റെ ഗന്ധവും ചേർന്നൊരു കുളി. അതിനുശേഷം അമ്മയോടൊപ്പം പലഹാരം. അമ്മ ഒരു കടി എന്നിട്ട് കൊടുത്തിട്ട് കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ സുഖം. പക്ഷേ ഇന്നെല്ലാം മാറി അല്ലേ? വാട്ടർ ഹീറ്ററും ഷവർ ബാത്തും ഒക്കെയാണ്. പക്ഷേ ആ സന്തോഷം ഇന്ന് മനസ്സിൽ ചൂടോടെ നിൽക്കുന്നു. ജീവിതത്തിൻ്റെ ആ പഴയ ലാളിത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തുന്ന ഗ്രഹാതുരത്വം നമുക്കെല്ലാവർക്കും ഒരു നനവാർന്ന ഓർമ്മയായി നിൽക്കുന്നു.